CID മാപ്ര ഇന്നും വന്ന് കേന്ദ്ര ഏജൻസിയുടെ കള്ളക്കേസുമായി മുഖ്യമന്ത്രിയെ മകളുടെ കാര്യം പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ നോക്കുകയാണ്. മുഖ്യമന്ത്രി നല്ല ബേക്ഷായി CID മാപ്രയെ അറഞ്ചം പുറഞ്ചം ചവിട്ടിക്കൂട്ടുന്ന കാഴ്ച നമുക്കൊന്ന് കാണാം. ഒരു കാര്യം CID മാപ്ര വളരെ ബോധപൂർവം മനഃപൂർവ്വം ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവൻ്റെ ചോദ്യം ലോകം മുഴുവൻ കേൾക്കണമെന്ന നിലയിൽ ഇവൻ മൈക്ക് അവൻ്റെ വായിക്കകത്തോട്ട് തിരികെ വെച്ചാണ് അവൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞാനിപ്പം മുഖ്യമന്ത്രി അങ്ങ് ശരിയാക്കി കളയും എന്ന് പറഞ്ഞാണ് അവൻ ചോദ്യം ചോദിക്കണം. ഏത് CID മാപ്ര ചോദ്യങ്ങൾ ചോദിക്കണത്. അത് നമുക്കൊന്ന് കേൾക്കാം. ഇന്നിപ്പോൾ ഹൈക്കോടതി അന്വേഷണത്തിൽ അത് തൽക്കാലം വേണ്ടതില്ല, 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് കേരള ഹൈക്കോടതിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. താങ്കളുടെ മകൾ കൂടി ആ കുറ്റപത്രത്തിൽ ഉള്ളതാണ്. ആ തലത്തിൽ താങ്കൾക്ക് ആശ്വാസമുള്ള ഒരു വിധിയാണോ അത്? നിങ്ങളുണ്ടല്ലോ ഈ അസംബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ. അതിനു വേണ്ടി അധികം സമയം കളയാം. വെറും ഇത്തരമൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് അസംബന്ധത്തിന്റെ ശീലക്കാരനാണല്ലോ. ആ ശീലം പത്രപ്രവർത്തകനായിട്ടിരിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അത്തരമൊരു ശീലം കൊണ്ട് പത്രപ്രവർത്തകനായിട്ടിരിക്കരുത്. അത് മനസ്സിലാക്കാൻ ആദ്യം തയ്യാറാണ്. മുഖ്യമന്ത്രിയുടെ ഇന്ന് അറഞ്ചം പുറഞ്ചം അടി വാങ്ങിച്ച CID മാപ്ര കണ്ടം വഴി ഓടിയതിനു ശേഷമാണ് മനോരമയിലെ ശ്രീദേവി പിള്ള ഇതേ ചോദ്യം CBI കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തോട് വളരെ മാന്യമായി ചോദിക്കുന്നത്. അതിന് അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്ന് കേൾക്കാം. എല്ലാ കോടതിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളിൽ കോടതി നിലപാടുകൾ എടുക്കുമല്ലോ. ആ നിലപാടുകൾ എടുക്കുന്നതിൽ എന്താ പ്രശ്നം? നമ്മൾ ഏതെല്ലാം കോടതികളുടെ നിലപാടുകൾ നേരിട്ടിരിക്കുന്നു. അത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമല്ലേ. അത് വരട്ടെ. എടേ CID മാപ്ര, നീ എന്ത് വിചാരിച്ചു? മുഖ്യമന്ത്രി അങ്ങ് ഞാൻ ചൊറിഞ്ഞു കളയും, അത് നാട്ടുകാരെല്ലാം കേൾക്കട്ടെ, ഇന്ന് ഞാനൊരു സ്റ്റാർ ആവും, ഞാൻ അങ്ങ് പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നിട്ട് ഈ അടിയൊക്കെ വാങ്ങിച്ചു കൂട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നടേ CID മാപ്രേ? നിനക്കുള്ള പണി ഏഷ്യാനെറ്റ് ന്യൂസിലെ കമലേഷ് തന്നെ തന്നല്ലോടെ. നീ അവിടെ കിടന്ന് കണാന്ന് ചോദിച്ചപ്പോൾ അവരതിൻ്റെ ഇടയിൽ കൂടെ കയറി മുഖ്യമന്ത്രിയോട് കൃത്യമായ ചോദ്യം ചോദിച്ചു. മുഖ്യമന്ത്രി അതിന് കൃത്യമായ മറുപടിയും പറഞ്ഞു. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോടെ നിന്റെ ഗതി. CID മാപ്ര എഴിച്ചു പോടേ. നിങ്ങളുണ്ടല്ലോ ഈ അസംബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ.